പൊന്നാനി നഗരസഭ കേരളോത്സവ നടത്തിപ്പിൽ അലംഭാവമെന്ന പ്രതിപക്ഷം. സംഘാടക സമിതി യോഗം ചടങ്ങ് മാത്രമായി മാറിയെന്നും പ്രതിപക്ഷ നേതാവ് ഫർഹാൻ BM ആരോപിച്ചു. യുവാക്കളുടെ കലാകായിക പ്രകടനങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ട കേരളോത്സവം പൊന്നാനിയിൽ ഭരണസമിതി അവഗണിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് മാത്രമല്ല ഈ ഭരണത്തിൽ അതൃപ്തിയുള്ളത്. പൊന്നാനിയിലെ പൊതുസമൂഹമാകെ ഈ ഇടത് ഭരണത്തിൽ വലിയ രൂപത്തിലുള്ള അതൃപ്തിയുണ്ട്. അവർക്കൊന്നും രാജിവെച്ച് ഓടിപ്പോകാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഓരോ വാർഡിലും ഈ വികസന കാര്യത്തിൽ ഓരോ വാർഡിലെ ജനങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊരു പക്ഷേ നഗരസഭയുടെ ഭരണസമിതിയിൽ നഗരസഭാ ഭരണസമിതിയിൽ ഇരിക്കുന്ന ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് അദ്ദേഹം അവതരിപ്പിച്ചതാണ്. നമുക്ക് വളരെ കൃത്യമായി അറിയാൻ സാധിക്കുന്നത് ഈ നഗരസഭയിൽ ഒരു ഏകീകരണമില്ലാതെ, ഒരു കോർഡിനേഷൻ ഇല്ലാതെ ഭരണസമിതി തോന്നിയതുപോലെ ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരാണെങ്കിലും നഗരസഭാ ചെയർമാനാണെങ്കിലും ഒരു ഏകീകരണ സ്വഭാവത്തോടു കൂടിയല്ല പ്രവർത്തിക്കുന്നത്. തീർത്തും തോന്നിയതുപോലെ അവർക്കിഷ്ടമുള്ളതിനനുസരിച്ച് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അവരുടെ സമയത്തിന് അവരുടെ എല്ലാ വീട്ടിലെ കാര്യങ്ങളും അവരുടെ സ്വന്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ നഗരസഭയിലെ ജനങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ വരെ അവർ തയ്യാറാകുന്നത്. അതുകൊണ്ട് ഈ നഗരഭരണത്തിലുള്ള അതൃപ്തിയാണ്. ഈ മാസം 11-ന് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് വന്നിട്ടും 25-നാണ് സംഘാടക സമിതി യോഗം വിളിച്ചത്. ഇതോടെ രജിസ്ട്രേഷന് വിരലിലെണ്ണാവുന്ന സമയം മാത്രമാണ് ലഭിച്ചത്. യുവജന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ക്ലബ്ബുകളെയും അറിയിക്കാതെ പേരിന് മാത്രമാണ് യോഗം വിളിച്ചത്. യോഗത്തിൽ നഗരസഭാ ചെയർമാനോ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനോ നഗരസഭാ സെക്രട്ടറിയോ പങ്കെടുക്കാതെ ചടങ്ങ് തീർക്കുക മാത്രമാണ് ഉണ്ടായതെന്നും ഫർഹാൻ പറഞ്ഞു. NCV ന്യൂസ് പൊന്നാനി. പുതുമയണിഞ്ഞ് എടപ്പാൾ, കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.